ഇന്ത്യയുടെ GDP 4.1 ട്രില്യൺ US ഡോളറും ചൈനയുടെ GDP ഏതാണ്ട് 18.5 ട്രില്യൺ US ഡോളറുമാണ്. ഇന്ത്യയുടെ ആളോഹരി വരുമാനം ഏതാണ്ട് 2800 അമേരിക്കൻ ഡോളറിനടുത്തും ചൈനയുടെ ആളോഹരി വരുമാനം 13,100 അമേരിക്കൻ ഡോളറുമാണ്. ചൈനയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 142 കോടിയോളം വരും. ചൈനയേക്കാൾ കുറച്ച് കൂടുതൽ ജനസംഖ്യ 145 കോടി ജനസംഖ്യ ഇന്ത്യക്കുണ്ട്. പക്ഷെ ചൈനയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3 മടങ്ങാണ്. ഏകദേശം 95,96,960 കിലോമീറ്റർ സ്ക്വയറും ഇന്ത്യയുടേത് ഏകദേശം 32,87,263 കിലോമീറ്റർ സ്ക്വയറുമാണ്. ഈ വ്യത്യാസം വലിപ്പത്തിന്റെ കാര്യത്തിലുണ്ട്. ചൈനയുടെ 1/3 വലിപ്പമേ ഉള്ളൂ ഇന്ത്യ എന്ന രാജ്യത്തിന്. പക്ഷെ ജനസംഖ്യ ചൈനയിലുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലുണ്ട്. ഇത് പറയാൻ കാരണം ഇന്ത്യയിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ നഗരങ്ങളിലുമൊക്കെ ജനസംഖ്യ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ചൈനയിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതകളേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇന്ത്യയിൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാകും. ഒരു ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, ഒരു ഫ്ലഡ് ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് വരുമ്പോൾ ആ മേഖലയിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യയിൽ അത് കൂടുതലായിരിക്കും. ചൈനീസ് പത്രമായിട്ടുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഒരു വാർത്ത എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഈ ഡെഡ്ലി ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് രാജ്യത്തിന്റെ വീക്ക് ആയിട്ടുള്ള പ്രോജക്റ്റ് പ്ലാനിങ് എക്സ്പോസ് ചെയ്യുകയാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ശരിയാണ്, ഇപ്പോൾ ശത്രു ആണെങ്കിൽ പോലും പറയുന്നതിൽ വസ്തുതയുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. നമ്മുടെ പ്രോജക്റ്റ് പ്ലാനിങ്ങുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെ ഒരു രാജ്യത്തെ താറടിച്ച് കാണിക്കാം എന്ന് കാണിക്കുന്ന ചൈനയുടെ ആ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതിനെയും എക്സ്പോസ് ചെയ്യേണ്ടതാണ്. കാരണം ചൈന ഈ പറയുന്ന ഇന്ത്യയുടെ 5 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി GDP ഉള്ള രാജ്യമാണ്. ഭയങ്കര പ്രോജക്റ്റും മാനേജ്മെന്റും പ്ലാനിങ്ങും അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ള രാജ്യമാണെന്ന് തള്ളി മറിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന് കൂടി നമ്മൾ കാണണമല്ലോ. ഈ കഴിഞ്ഞ ജാനുവരി 22-ന് ചൈനയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. 44 പേരാണ് അവിടെ മരണപ്പെട്ടത്. കേരളത്തിലെ വയനാടെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് ഒരിടത്ത് വെള്ളം വന്ന് നിറയുന്നതാണ്. ആ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ചൈനയിൽ നിന്ന് ജൂൺ മാസം പുറത്തു വന്ന ദൃശ്യങ്ങളാണ്. അവിടെയും മരണസംഖ്യയുണ്ട്. ഈ കണക്കുകളൊക്കെ ചൈന ഇനി എന്ന് പുറത്തുവിടുന്നത് ദൈവം തമ്പുരാൻ അറിയാം. ചൈന നിരന്തരമായിട്ട് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്ന സ്ഥലമാണ്. 2017 ചൈനയിൽ 2 തവണ പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. 2015 ഉരുൾപൊട്ടലുണ്ടായി. 38-40ഓളം പേര് ആ സമയത്ത് മരണപ്പെട്ടു. 2010 ചൈനയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു ഉരുൾപൊട്ടൽ നടന്നൊരു കാലമാണ്. അന്ന് ഏകദേശം 1287 പേരാണ് ചൈനയിൽ മരണപ്പെടുന്നത്. ഏതാണ്ട് 8 ട്രില്യൺ US ഡോളർ, അതായത് ഇന്നത്തെ ഇന്ത്യയേക്കാൾ സമ്പന്നമാണ് 2010 ചൈന. ആ സമയത്ത് ചൈനയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏകദേശം 1300-നടുത്ത് പേര് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. എന്തിനീ കഴിഞ്ഞ മാസങ്ങളിൽ ബ്രസീലിൽ, പാപ്പുവ ന്യൂഗിനിയയിൽ, ബംഗ്ലാദേശിൽ, അതുപോലെ തന്നെ നേപ്പാളിൽ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, ജപ്പാനിൽ ഉരുൾപൊട്ടലുകളിൽ 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഈ ഉരുൾപൊട്ടലുകൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രതിഭാസം ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടും നടക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നടക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ശത്രുത മാറ്റിവെച്ച് മാന്യമായി പെരുമാറാൻ രാജ്യങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും പാർട്ടികളാണെങ്കിലും ഒക്കെ തയ്യാറാകണം. ഇവിടെ ചൈന ഈ ഒരു ലാൻഡ് സ്ലൈഡ് കേരളത്തിൽ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ വീക്കായിട്ടുള്ള പ്രോജക്റ്റ് പ്ലാനിങ് എക്സ്പോസ് ആയി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുമ്പോൾ ചൈനയുടെ 1/4 പോലും GDP ഇപ്പോഴും ഇന്ത്യക്കില്ല എന്ന് അവർക്കും അറിയാം. എന്നിട്ടും അവർ ഇന്ത്യയെ കുറ്റം പറയുമ്പോൾ അവരുടെ കണ്ണിലെ കരട് എടുക്കാതെയാണ് അത് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നിരന്തരമായി ഉരുൾപൊട്ടലുകളും പ്രകൃതിക്ഷോഭങ്ങളും ഡാമുകൾ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജ്യമാണ് ചൈന. എന്തിന്? ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഇവര് തന്നെ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് സൗധങ്ങൾ തകർന്നു വീഴുകയാണ്. പലതും ഗുണനിലവാരമില്ലാത്തവയാണ്. ഇത്തരത്തിൽ നിരന്തര പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കേരളത്തിൽ ഉണ്ടായ ഒരു ദുരന്തത്തെ നോക്കിയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റ് പ്ലാനിംഗ് ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ സ്വന്തം കണ്ണിലെ കരട് എടുത്തിട്ട് വേണ്ടേ ഇവന്മാരത് പറയാൻ? ഇത് ശരിക്കും ഒരു ചൈനീസ് പത്രത്തിന്റെ യഥാർത്ഥ രൂപമാണ്. ഇങ്ങനെയാണ് ചൈനക്കാരൻ. അവന്റെ തെറ്റുകളെ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയുക. തീർച്ചയായിട്ടും ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വയനാട് ദുരന്തത്തിൽ നമ്മുടെ ഭാഗത്തും വീഴ്ചകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ സ്വയം ഈ പറയുന്ന ചൈനക്കാരെല്ലാത്തിലും തികഞ്ഞവരാണോ എന്ന് അവർ വിലയിരുത്തണ്ടേ? അവിടെ ഇത്രയും സമ്പന്നമായിട്ടും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്തമാണ്. ശരിയാണോ? 1, 2, 3 പേരെ ടപ്പേന്ന് വന്ന് പറഞ്ഞ് രക്ഷിക്കുന്ന പോലെയല്ല. ഡാം പൊട്ടിത്തകർന്ന് എത്ര പേരാണ് അവിടെ മരിച്ചത്?
ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം പൊട്ടിത്തെറികൾക്ക് എല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാജ്യം ചൈനയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമുള്ള രാജ്യം ഇന്ത്യയുടെ ഒരു ദുരന്തം ശരിയാണ്, നമ്മളൊക്കെ അതിൽ വേദനിക്കുന്നുമുണ്ട്. ആ സമയത്ത് കുത്തി നോവിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുക? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.